ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ചെറുപയറും റാഗിയും കൂട്ടിയിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ദോശയുടെ റെസിപ്പിയാണ്. ഇനി അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള തക്കാളി ചട്നിയുടെ റെസിപ്പിയും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കായാലും ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അത്. ഇനി നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചെറുപയറും റാഗിയും കൂടെ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചെറുപയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെയിം അളവിൽ തന്നെ 1/2 കപ്പ് റാഗിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് മുഴുവനായിട്ടുള്ള റാഗിയാണ് കേട്ടോ. ഇതിന് പകരം റാഗി പൗഡർ ആണെങ്കിൽ ചെറുപയർ മാത്രം കുതിർത്തെടുക്കുക. അതിനുശേഷം അരച്ചെടുക്കുന്ന സമയത്ത് റാഗി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കഴുകിയതിന് ശേഷം വേണം ഇത് കുതിർത്തെടുക്കാൻ. അപ്പോൾ ഇത് കഴുകി കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഒരു 2-3 മണിക്കൂറൊക്കെ മാക്സിമം വെച്ച് കൊടുക്കുക. അപ്പോൾ അറിയാമല്ലോ ചെറുപയറൊക്കെ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടല്ലോ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ആദ്യം തന്നെ നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള ചട്നി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചട്നി റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ദോശ ചൂടോട് കൂടെ തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം, കഴിക്കുകയും ചെയ്യാമല്ലോ. അതുകൊണ്ട് ചട്നിയാണ് ആദ്യം ഞാനിപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് വലിയൊരു സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി, ഒരു 4 പച്ചമുളക്, 5-6 അല്ലി വെളുത്തുള്ളി, ഇത്ര ഐറ്റംസാണ് കേട്ടോ അതിലേക്ക് വേണ്ടിയിട്ട് ഉള്ളത്. അപ്പോൾ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ 6 എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരു 3 മതി. ഇനിയിപ്പോൾ തന്നെ പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ആദ്യം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഉള്ളിയും തക്കാളിയും കൂടെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അധിക സമയം വഴറ്റി നമ്മൾ സാധാ കറിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഓവർ ടൈം ഇട്ട് വഴറ്റി സോഫ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലോ ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള പൗഡറുകൾ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് മെയിൻ ടേസ്റ്റായിട്ട് ഒരു കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കായപ്പൊടി സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചട്നിയുടെ പ്രത്യേക ടേസ്റ്റ് വരുന്നത് തന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചൂടോട് കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. ചൂടാറിയതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ മൊത്തമായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അല്ലേ, കുറച്ച് മതി കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം കൂടി പോവണ്ട. ഇനി നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ സെയിം പാൻ തന്നെ എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുന്ന സമയത്ത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുണ്ടല്ലോ, ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുത്ത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ടും റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കട്ടെ. ആ തക്കാളിയുടെ ഉള്ളിയുടെ മിക്സ് അരച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടിപ്പോവേണ്ട, കറക്റ്റായിട്ടുള്ള ഒരു തിക്നെസ്സിൽ തന്നെ ചെയ്തെടുക്കട്ടെ. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാകുക. ഇനിയിപ്പോൾ അതിലേക്ക് എരിവ് കുറവായതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. ഇത്ര പണിയുള്ള നല്ല ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കായപ്പൊടിയൊക്കെ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ഏത് ദോശയുടെ കൂടെയും ഈ ഒരു ചട്നി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര
സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ദോശ അരച്ചെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഓൾറെഡി നമ്മൾ ആദ്യം തന്നെ ഇത് കഴുകിയിട്ടല്ലേ കുതിർത്തെടുത്തത്. അപ്പോൾ ഇനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം കൂടി പോകരുത്. എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ ആ ഒരു അളവിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ അരച്ചെടുത്തിട്ട് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവർ ലൂസും അല്ല ഓവർ ടൈറ്റുമില്ല, കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി കണ്ടല്ലോ. ഇതിപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ സാധാ വെള്ളപ്പത്തിൻ്റെ ഒക്കെ ഒരു മാവില്ലേ, ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഏത് ദോശ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിലും അതിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ദോശ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു തവ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തിന്നാക്കിയിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഈ ഒരു പരുവത്തിൽ തന്നെ ആക്കിയെടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് വരും കേട്ടോ. പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഉണ്ടല്ലോ, ഇതുപോലെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ ഇത് ചുറ്റിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഈ ദോശ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു പാനിൻ്റെ ചൂടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമുക്ക് കറക്റ്റായിട്ടും ക്രിസ്പി ആയിട്ടുള്ള ദോശ റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ എന്തെങ്കിലും വേണമെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അടുത്തതും കൂടെ അതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ആ ദോശ റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത്യാവശ്യം ക്രിസ്പിനെസ്സും ഉണ്ടാകും. പക്ഷേ ചൂടോട് കൂടെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചൂടാറി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സിനൊക്കെ നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ക്രിസ്പി ആയിട്ട് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ചട്നി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. ഇപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ചെറുപയറും റാഗിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.